മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ വേറെല്ലൊന്നും കത്തിമോലെടുത്ത് വരാൻ നിൽക്കണ്ട. ഞാൻ എൻ്റെ സമൂഹത്തോടാണ് പറയണത്. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. മുസ്ലിമീങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. മുസ്ലിം നാമം വെച്ചിട്ട് ID ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും എവിടൊക്കെയാണോ, യൂട്യൂബിലാണോ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിനിധികളായി മനസ്സിലാക്കപ്പെടാനിടയുള്ളവർ, അവർ ഒരു ഡിസിപ്ലിൻ, ഒരു മാനർ, സം എറ്റിക്കറ്റ്സ് ഷുഡ് ബി ഫോളോഡ്. നിർബന്ധമാണ് ഈ ഉമ്മത്തിന് വിചാരിച്ച്. നമ്മളൊരു സംസ്കാരത്തിൻ്റെ ആളുകളാണ്. നമുക്ക് തോന്നിയത് പെൺകുട്ടികൾ നല്ല ഹിജാബ് കിട്ടുന്നുണ്ടാവും, തല മറച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബറാണ്, എന്നിട്ട് ബോഡി മൊത്തം എക്സ്പോസ്ഡാണ്. വാക്കുകൾ അസഭ്യമായത് പറയാ, വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ടാബൂസ്. എന്ത് സംസ്കാരമാണ് പടച്ചവനെ! എന്ത് ഹിജാബികളാണ് ഈ കുട്ടികൾ! അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡാൻസുകൾ, ചില പെർഫോമൻസ് ദീനിനോ അവർ കൊണ്ടു നടക്കുന്ന സംസ്കാരത്തിനോ വേഷവിധാനത്തിനോ പോലും യോജിക്കുന്നതാണോ എന്ന് പൊന്നുമക്കളെ ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ദയവ് ചെയ്ത് പുണ്യ നബിയുടെ ഉമ്മത്തികളായി നാളെ ഹബീബിനോട് ഷഫാഅത്ത് ഇരന്നു വാങ്ങേണ്ടവരാണ് നമ്മൾ. ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയെ ഇശ്ഫഇല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പിനെ ചോദിക്കണേ എന്ന് ഹബീബിനോട് ഷഫാഅത്ത് ചോദിക്കേണ്ട ആളുകളായിരിക്കും നമ്മൾ. നമ്മൾ പച്ചയായ വ്യഭിചാരത്തിന്റെ പച്ചയായ ആംഗ്യവിക്ഷേപങ്ങളും വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന വിധമുള്ള ബോഡി ലാംഗ്വേജുകളും അങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്ത് വിടുന്ന പെണ്ണുങ്ങൾ, ആണുങ്ങൾ, അതിനൊന്നൊരു കുഴപ്പമില്ല. അതിനൊക്കെ കൈകൊട്ടി സ്വീകരിക്കാനും ലൈക്കടിക്കാനും കുറേ ആൾക്കാരിയ്ക്കുകയാണ്. നമ്മൾ പൊതുസമൂഹത്തോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നമുക്കിത് പറ്റില്ല. നമുക്കിവിടെ ചില നിയന്ത്രണങ്ങൾ വേണം. എല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. നിങ്ങളൊരു മുസ്ലിം പേര് നിങ്ങളിലുണ്ടോ? ഒരു സംസ്കാരം പുണ്യനിബിതങ്ങൾ പഠിപ്പിച്ചു തന്നത് ചേർത്ത് വെക്കേണ്ടതുണ്ട് കൂടെ. അങ്ങനെ ആളുകൾക്ക്, നാട്ടുകാർക്ക് മുഴുവനും തോന്നിവാസം വെച്ച് മറുപടി പറയാൻ നിന്നാൽ നമ്മുടെ അമലുകൾ വല്ലതും ബാക്കിയുണ്ടാവോ? നമ്മുടെ തോളിലും നമ്മുടെ ഹിസാബിലും നമ്മുടെ റെക്കോർഡിലും എന്തെങ്കിലും ബാക്കിയുണ്ടാവോ? ആളുകൾ എന്തൊക്കെ പറയും? ആളുകൾ പറയുന്നത് മറുപടി കൊടുക്കാൻ നിൽക്കുക. തോന്നിയത് പറയും, എഴുതിയെന്ന് വരും. കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കാൻ കഴിയുന്ന വിധം അതിലിടപെടാൻ കഴിയുന്നവർ മാത്രമേ ആ മേഖല കൈകാര്യം ചെയ്താൽ മതി. അല്ലാതെ ഓരോരുത്തരും പറയുന്നതിന് ഇങ്ങനെ മറുപടി കൊടുക്കുക, അതും പച്ചയായ അസഭ്യം വിളിച്ചു പറയാ. മനുഷ്യൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ വിളിച്ചു പറയാ. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വരുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്നത്, മനുഷ്യനിൽ നിന്ന് തിന്മകൾ ഉദ്ദീഭവിക്കുന്ന വിധമുള്ള ചിന്തകളെ പൊതുസമൂഹത്തിന് വിളമ്പിക്കൊടുക്കുന്നത്, ഇതൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾ ചെയ്യുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. നമ്മളിത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ റസൂലിനത് ഇഷ്ടമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.